ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഞാൻ കാണുന്നു. അപ്പോസ്തലൻ എഴുതുക യോഹന്നാന്റെ വെളിപാടിന്റെ പുസ്തകത്തിൽ. നമ്മൾ എസെക്കിയേലിന്റെ ധ്യാനത്തിലാണ്. എസെക്കിയേലിന്റെ പുസ്തകം തീരുമ്പോഴും നമ്മൾ കാണും ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. ദൈവമക്കളെ, ഒരു പുതിയ ആകാശത്തിന്റെ അനുഭവത്തിലേക്ക്, പ്രവചനങ്ങൾ മുഴുവൻ പുതിയ ആകാശത്തിന്റെ അനുഭവത്തിലേക്ക്. പുതിയ ആകാശം നമുക്കൊരു പുതിയ സംരക്ഷണം. നിന്റെ ശിരസിന് മുകളിൽ നിനക്ക് സംരക്ഷണം നൽകുന്ന ഒരു മേൽക്കൂരയുണ്ട് എന്ന് ധ്യാനിക്കാൻ പറ്റുമോ? മേൽക്കൂരയില്ലാത്ത അവസ്ഥകൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്താറില്ലേ? മഴ പെയ്താലും വേനൽ വന്നാലും മഞ്ഞ് പെയ്താലും ഒക്കെ അത് ബുദ്ധിമുട്ടാണ്. നിന്റെ ശിരസിന് മുകളിൽ ദൈവം പണിത ഒരു മേൽക്കൂരയുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ അനുഗ്രഹത്തിന്റെ മേൽക്കൂരയാണെങ്കിലോ, വലിയൊരു സംരക്ഷണത്തിന്റെ മേൽക്കൂരയാണെങ്കിലോ, നിന്റെ ജീവിതത്തിന് മുഴുവൻ വേണ്ടത് പൊഴിച്ചു തരുന്ന ഒരു മേൽക്കൂര നിനക്കുണ്ടെന്ന് ഒരു മാജിക്കൽ റൂഫിങ് നിന്റെ ശിരസിന് മുകളിൽ ദൈവം ഒരുക്കുന്ന ഒരു മാജിക്കൽ റൂഫിങ്. കർത്താവ് നമുക്ക് ഇന്ന് വരുന്ന വചനം ഇതാ: നിന്റെ ശിരസിന് ശിരസ് ഉയർത്തി നോക്കുക. സ്വർഗം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ശിരസിന് മുകളിൽ ഒരുക്കിയിരിക്കുന്ന ആകാശവിധാനം. ഫ്രം അബവ്, സ്വർഗത്തിൽ നിന്ന് എല്ലാം ലഭിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന്, ഒന്നും ഭൂമിയിൽ നിന്നല്ല നമുക്ക് ലഭിക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ബലമൊക്കെ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് ജീവിക്കാൻ പറ്റും. ഭൂമിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഡീജനറേറ്റ് ചെയ്യും. മണ്ണ് കൊണ്ടൊരു വീടുണ്ടാക്കിയാൽ ആ വീട് പൊളിഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോൾ മാംസത്തിൽ നിന്ന് നമ്മുടെ ശരീരം അത് അഴുകി പോകാനുള്ളതാണ്. നമ്മുടെ ബന്ധങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ചൊക്കെ തീരാനുള്ളതും. അങ്ങനെ നിൽക്കുന്ന ഒരു ബന്ധം, ആ ബന്ധം ദൈവബന്ധം മാത്രമല്ലേ? അങ്ങനെ നിത്യമായൊരു ഭവനം, നിത്യമായ നഗരം എന്നൊക്കെ പറയുന്നത് എബ്രായ ലേഖനം നിത്യനഗരം, അത് സ്വർഗമാണ്. ദൈവമക്കൾ, ഈ ഒരു ബോധ്യം നമ്മൾ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഇറ്റേണൽ സിറ്റി. ഈ സ്വർഗീയ നഗരവും ഈ സ്വർഗീയ സംരക്ഷണവും സ്വർഗം തരുന്ന കൃപകൾക്കും വേണ്ടി ഇരുന്നാല് ഇതൊക്കെ തരും ദൈവം തന്നെയാണോ? ഇത് മനുഷ്യൻ തരുന്നതല്ല, ഇത് സ്വർഗം തരുന്നതാണ്. നിന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളും നിന്റെ വിശ്വാസവും നിന്റെ പ്രാർത്ഥനയും അനുസരിച്ച് കുഞ്ഞ് സ്വർഗം നിനക്ക് വേണ്ടി ആകാശത്തുനിന്ന് പറയില്ലേ, ആകാശം മഞ്ഞു പൊഴിക്കട്ടെ, നീതിമാന്മാരെ പൊഴിക്കട്ടെ എന്നൊക്കെ സങ്കീർത്തനം പാടുമ്പോൾ ഈ അർത്ഥമല്ലേ? നമുക്കിന്ന് വചനം എസെക്കിയേലിന്റെ ഒന്നാം അധ്യായം നമ്മൾ വായിക്കുന്നത് 22-ാം വാക്യം. ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിധാനമുണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു. സ്ഫടികം പോലെ പ്രകാശിക്കുന്ന, സ്ഫടികം പോലെ പ്രകാശം കടത്തിവിടുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു ആകാശവിധാനം. ദൈവമക്കളെ, അത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്, ദൈവത്തിന്റെ കൃപ. നിന്റെ തലയ്ക്ക് മുകളിൽ ഇനിയും പെയ്തിട്ടില്ലാത്ത ഒരു കൃപയുടെ മേഘമുണ്ട്, ഒരു അനുഗ്രഹത്തിന്റെ ആകാശമുണ്ട് എന്നൊക്കെ ധ്യാനിക്കാൻ പറ്റും. എന്തൊരു ത്രില്ലാല് വാസ്തവം ദൈവത്തിന്റെ വചനം തരുന്നത്. ഓരോ പ്രഭാതത്തിലും കുഞ്ഞിനെ ഇറങ്ങി. ഇന്ന് പല കാര്യങ്ങൾക്ക് പോകുന്നവർ ഈ വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അല്ലെ ജോലിക്ക് വേണ്ടി, അല്ലെ വിദേശത്തേക്ക് പോകുന്നവര്, അല്ലെ വിദേശത്തായിട്ട് ഒന്നുമില്ലാതെ നിന്റെ തലയ്ക്ക് മുകളിൽ ദൈവം ഒരു ആകാശം, ഒരു കൃപയുടെ അഭിഷേകത്തിന്റെ ആകാശം, സ്ഫടികം പോലെ ഒരു മാലിന്യവും കലരാത്ത ദൈവത്തിന്റെ നൈർമല്യമുള്ള, ദൈവത്തിന്റെ കരുണയുള്ള, ദൈവത്തിന്റെ സ്നേഹമുള്ള ഒരു ആകാശം നിന്റെ തലയ്ക്ക് മുകളിൽ. അവയുടെ ചിറകുകൾ ആ വിധാനത്തിന്റെ കീഴിൽ ഒന്നിന്റെ ചിറക് അടുത്തതിൻ്റെ സ്പർശിക്കുമാറ് നിവർത്തി പിടിച്ചിരുന്നു. അവയെ ഓരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്നതിന് 2 ചിറകുകൾ ഉണ്ടായിരുന്നു. നോക്കിയേ, ഈ ആകാശത്തിന് കീഴിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഈ ജീവികൾ ശരീരം പോലും മറച്ചു എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത മീനിങ്ങുകളൊക്കെ ഇട്ടോ. ഒരു പൊതിഞ്ഞു പിടിക്കുക. അവർക്കുള്ളത് ദൈവസന്നിധിയിൽ ചിറകടിച്ച് നിൽക്കാനുള്ള 4 ചിറകുകൾ. ആ ചിറകുകൾ കൊണ്ട് ഈ ആകാശത്തിന് കീഴിൽ ചിറകടിച്ച് നിൽക്കുക. നമുക്ക് നമ്മുടെ ജീവിതമൊക്കെ ദൈവത്തിന്റെ ആകാശത്തിന് കീഴിൽ ചിറകടിച്ച് നിന്നാൽ
നിശ്ചയമായും ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ നോക്കി. ഒരു ശരീരം പൊതിഞ്ഞു പിടിക്കും. ശരീരം അത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അത്രയ്ക്ക് ചിന്തിക്കുക. പ്രധാനപ്പെട്ടതാണ് ദൈവത്തിനെ ആത്മാവ് വസിക്കുക. അതിനപ്പുറത്ത് ഈ ആകാശവിധാനത്തിന് കീഴിലായിരിക്കുന്നത് ജീവിതത്തിലെ ഭാഗ്യമാണെന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ? അവ പറന്നപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു. അത് മലവെള്ളത്തിന്റെ ഇരുമ്പൽ പോലെയും സർവശക്തന്റെ ഗംഭീരനാദം പോലെയും സൈന്യത്തിന്റെ ആരവം പോലെയും മുഴക്കമുള്ളതായിരുന്നു. നോക്കിയേ, അവിടെ മുഴങ്ങിക്കേൾക്കുന്നത് ദൈവത്തിന്റെ സ്വരമാണ്. നിനക്ക് ഈ ആകാശത്തിന് കീഴിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ സ്വരവും സ്വർഗത്തിന്റെ സ്വരവും ഒക്കെ നിനക്ക് ധാരാളമായിട്ട് കേൾക്കാൻ പറ്റും. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിന് മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. ദൈവമക്കളെ, ഈ സ്വർഗം നിങ്ങളോട് സംസാരിക്കും. ഈ കൃപയുടെ ആകാശം നമ്മളോട് സംസാരിക്കും. ഈ അനുഗ്രഹത്തിന്റെ നിറവിന്റെ ഈ വാനവിധാനം നമ്മളോട് സംസാരിക്കും. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ നിന്റെ ആകാശത്തിന് കീഴിലായിരിക്കാൻ, ദൈവമേലെ ചിറകുകൾ നിന്റെ ആകാശത്തിന് കീഴിൽ പറന്നെത്തുവാനായിട്ട് നിരന്തരം കൃപയുടെ വാഗ്ദാനത്തിന്റെ അഭിഷേകത്തിന്റെ അനുഗ്രഹത്തിന്റെ ഈ ആകാശത്തിന് കീഴിൽ വസിക്കാൻ കർത്താവേ സ്വർഗം തുറക്കണമേ. വേദനിക്കുന്ന, വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന, ദുഃഖിക്കുന്ന മക്കള് ജീവിതത്തിൽ പലതരത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ